നയനമനോഹരമായ ഒരു ഫ്ലവർ ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ചെടിച്ചട്ടിയിലാണ് വെച്ചേക്കുന്നത്, സിറ്റ് ഔട്ടിലാണ്. ഇത് കുഞ്ഞുങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലാണ്. വളരെ എളുപ്പത്തിലും വളരെ മനോഹരം തന്നെയാണ്. നല്ല മനോഹരമായി ഈ ഫ്ലവർ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു പ്ലാന്റ് പോലെ, ഫ്ലവർ പ്ലാന്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലവർ പ്ലാന്റ് ഉണ്ടാക്കാൻ ഞാനൊരു നാരകൾ, ചെറിയ ഓറഞ്ച് നിറയത്തിലെ കമ്പുകളാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ കറുത്ത പെയിൻറ്റ്, പിന്നെ ഫെവിക്കോളും, കറുത്ത പെയിൻറ്റ് ഫെവിക്കോൾ അല്പം വെള്ളം ചേർത്തിട്ട് ഇതിനെ കളർ ചെയ്തേക്കാണ്. കാണിച്ചു തരാം. കറുത്ത ഇതൊക്കെ ചെയ്ത് ഉണക്കി എടുത്തിരിക്കുകയാണ്. നിറച്ച് ബ്രാഞ്ചസ് ഉള്ള ഒരു കമ്പാണിത്. ഇതിനെടുത്തിട്ട് മുഖമൊക്കെ തുറക്കുന്ന ടിഷ്യൂ പറഞ്ഞു. ഈ പൂ വെക്കുന്നതുകൊണ്ടൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഫ്ലവറുകൾ കാണാൻ വളരെ ഈസിയാണ്. ഈ ടിഷ്യൂ പേപ്പറിനെ ഇനി ഇതുപോലെ 3 ആയിട്ട് മടക്കി ഈ 3 ഒരേ കഷ്ണങ്ങളും സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ 3 സ്ക്വയർ പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഓരോന്നിൽ ഈ 2 സ്റ്റെപ്പ് അതിലുള്ള നമുക്ക് കിട്ടും. നമുക്ക് ഒരെണ്ണത്തും ഉണ്ടാക്കാം, 2 3 ഉണ്ടാക്കാം. നമ്മൾ എത്ര മടക്കുന്നോ അതനുസരിച്ച് ഇതിന് പൂക്കൾക്കും മടക്കും ഉണ്ടായിരിക്കും. ഇതിലേക്ക് കട്ട് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് നിർത്തിയെടുക്കാം. നമ്മൾ ഓരോ മടക്കിനനുസരിച്ച് ഇതുപോലെ നമുക്ക് ഉണ്ട്, ഇതുപോലെ കിട്ടും. അപ്പോൾ ഇനി ഇത് 3 കൂടി നമുക്ക് നൂൽക്കമ്പിയിലാണ് സെറ്റ് ചെയ്യുന്നത്. നൂൽക്കമ്പി ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്ലാക്ക് പേപ്പർ വെട്ടിയെടുക്കാം. അതിൻ്റെ മുകളിലോട്ട് കാണിച്ചിടാം. ഇതുപോലെ 3 ഇതിൽ ചെയ്തെടുത്ത് 1 2 ഇഷ്ടം പോലെ ഇതുണ്ട്. അതുപോലെ ചെയ്തെടുത്തേക്കുന്ന ഫ്ലവർ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതും ഇതിൻ്റെ പുറകിൽ വെക്കാനൊക്കെ ഉള്ളതാണ് നമ്മൾ പിന്നെ വെട്ടിയെടുക്കേണ്ടത്. ഇതുപോലെ ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ തണ്ട് ചുറ്റാൻ വേണ്ടി കുറച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ നീളത്തിൽ വെട്ടിയെടുത്തിരിക്കുകയാണ്. ഈ പൂവിൻ്റെ ഈ മുകൾ ഭാഗത്തും ഈ പുറകിലും വെക്കാനുള്ള കഷ്ണം ഇതുപോലെ ചെറിയ സ്ക്വയർ പീസാക്കി എടുത്തിട്ട് വെട്ടിയെടുക്കാം. ഇതുപോലെ ഉള്ള പീസുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നോക്കുക, ഇതിനെ ഒരെണ്ണം ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ മടക്കി അതിന് മുകളിൽ വെക്കാനുള്ളത്, ഫ്ലവറിന് മുകളിൽ വെക്കാനുള്ളത് ഇങ്ങനെ എടുത്ത് നോക്കുക, കട്ട് ചെയ്തിട്ട് ചെറുതാക്കി ഒരു കുര ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതിന് വേണിക്ക് 4 ഭാഗം എടുത്തിട്ട് നമുക്ക് ഇനി ഇതിനെ ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഒട്ടിച്ചിരുന്നത്. അത് എന്തിനാണെന്ന് കാണിച്ചാൽ ഞാൻ പശുവിട്ട് പിന്നെ ഒട്ടിക്കേണ്ടി വരും. ഇതിങ്ങനെ ആണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അടുത്ത് ഇതിൻ്റെ അടിയിൽ വെക്കാനുള്ളത് നമുക്ക് വെട്ടിയെടുക്കാം. അതുപോലെ തന്നെ സ്ക്വയർ പീസ് എടുക്കുക. ഇങ്ങനെ നേരത്തെ എടുത്താൽ തന്നെ അതുപോലെ ചുറ്റിയിട്ട് ചെറുതാക്കി വെട്ടുന്നതിന് പകരം ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വെറുതെ ഷേപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഏറ്റവും നടുക്കും വെട്ടുക. അപ്പോൾ ഇതുപോലെ കിട്ടും. അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ വെട്ടേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് ഇതിന് ശേഷം ഇത് പകുതി എടുത്തിട്ട് ഇവിടെ നിന്നിട്ട് ഒരു കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. പിന്നെ നമുക്ക് ഫ്ലവർ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഒരു നൂൽക്കമ്പി എടുക്കുക, അതിന് ഏറ്റവും വളച്ചെടുത്തിട്ട് നമുക്ക് ആദ്യം ഇതാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇതിലോട്ട് ഇതുപോലെ തന്നെ കോർത്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഗ്ലൂ വെച്ച് ഇവിടെ ഒട്ടിക്കണം. ഇനി ഒട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഒന്നിച്ച് വേണി ഒട്ടിക്കാം, അല്ലെങ്കിൽ ഓരോന്ന് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് കടത്തിയിട്ട് ഇതിൽ ഫെവിക്കോൾ വയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ട് ഇതിങ്ങനെ ഫ്ലവർ ഇങ്ങനെ ഇതാക്കിയെടുക്കാം. ഇപ്പോൾ 2 സ്റ്റെപ്പ് ഉണ്ടാവും കേട്ടോ. ടിഷ്യൂ 2 ബ്രഷ് ഇത് കിട്ടും. അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ 2 വശം ഇങ്ങനെ വെടുതിലോട്ട് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇതൊക്കെ ഭംഗി ഉണ്ടാവണമെങ്കിൽ അങ്ങനെ വേണം. തിരിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. അടുത്ത അതും കൂടി ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഈ നൂൽക്കമ്പി കയറ്റിയിട്ട് ഓരോ ഇതിൽ നമ്മൾ ഒട്ടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും വിടർത്തുമ്പോൾ വിട്ടുപോകും. നമുക്ക് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതുപോലെ 2 ഉണ്ടല്ലോ, അതിൽ കൂടി ഇതുപോലെ ഏതെല്ലാം എടുത്തിരിക്കുക. നമുക്ക്
അടുത്ത സ്റ്റെപ്പിൽ ഇതുപോലെ എല്ലാത്തിലും ഇതുപോലെ വിളർത്തിയെടുക്കാം. നമുക്ക് ഇതുപോലെ വിളർത്തി കഴിഞ്ഞിട്ട് ഇന്ന അടിയിൽ ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഒട്ടിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് ഫെവിക്കോൾ വയ്ക്കുക. ഇതിലോട്ട് ഇതുപോലെ തന്നെ അങ്ങോട്ട് നമുക്ക് ചെയ്യാം. അതിന് ശേഷം നേരത്തെ നമുക്ക് ഇഷ്ടത്തിന് ചുറ്റാം. നമുക്ക് ഇതിലോട്ട് ഗ്ലൂ വെച്ചിട്ട് ചുറ്റി വയ്ക്കണം. ഇതുപോലെ ഒരു അറ്റം വരെ ചുറ്റി എടുത്തിട്ട് നിറച്ച് ഈ സ്റ്റെപ്പുകളിൽ ഇങ്ങനെ ഇതുപോലെ അതിലോട്ട് പരമാവധി ശിഖരങ്ങളൊന്നും കാണാതെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാരണം ചെടിച്ചട്ടിയിലാണ് കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടാക്കി വയ്ക്കാം. ഒത്തിരി കുഞ്ഞിൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മുമ്പിൽ ബെഡ്റൂമിൽ വൈറ്റ് കളറിൽ നല്ല ഭംഗിയായിരിക്കില്ലേ? അതുകൊണ്ട് എല്ലാവരും നോക്കിയിട്ട് വിവരങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നമ്മൾ ഈ മുഖമൊക്കെ തടക്കാനിരുന്ന ടിഷ്യൂ പേപ്പറിൻ്റെ വലിയ റോള് വാങ്ങിക്കാൻ കിട്ടും. ഉണ്ടോ? ഒരു വലിയ റോള് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിക്കുക.